ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫാണ്. രാവിലെ അത്താഴത്തിന് എണീറ്റത് മുതൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് കാണിക്കുന്നത്. അങ്ങനെ അത്താഴത്തിന് ഒരു 4 മണിയായപ്പോൾ എണീറ്റിട്ടുണ്ട് കേട്ടോ. അത്താഴത്തിന് ചോറാണ് കഴിക്കുന്നത്. അതിനുള്ള കറികളൊക്കെ തലേന്ന് രാത്രി തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പയറുപ്പേരി ഉണ്ടായിരുന്നു, പിന്നെ പപ്പടം പൊരിച്ചിട്ടുണ്ട്, പിന്നെ കറിയുണ്ട് കേട്ടോ. ഈ ചോറ് വഴിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഒരു കട്ടൻ ചായ കൂടി ഉണ്ട് കേട്ടോ. രാവിലെ ഒരു കട്ടൻ ചായയും കൂടിയും കുടിച്ചാലേ ഒരു ഉഷാറുണ്ടാവുള്ളൂ. ചോറിൻ്റെ കൂടെ ഒന്നും കുടിക്കില്ല. ചോറ് വഴി കഴിഞ്ഞിട്ട് കട്ടൻ ചായ ഒരു ഗ്ലാസ് കുടിക്കും. ഇന്ന് ലിച്ചൂസിന് ലുലുവിന് ഇന്ന് വിളിച്ചിട്ടില്ല. ലിച്ചു ഇന്നലെ നോമ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു. എന്നാൽ ഇന്ന് നോക്കണ്ട, നാളെ നോറ്റാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവളെ വിളിച്ചിട്ടില്ല. ലുലു പിന്നെ സ്കൂളില്ലാത്തന്നെ അവളെയും കൊണ്ട് നോപ്പിക്കുള്ളൂ. അങ്ങനെ ബാങ്കൊക്കെ കൊടുത്തപ്പോൾ പെട്ടെന്ന് തന്നെ നിസ്കരിച്ചു കേട്ടോ. ഇമ്മ രാവിലെ എണീറ്റ് കോഴിക്കളൊക്കെ വിട്ടിട്ടുണ്ട് കേട്ടോ. എൻ്റെ നിസ്കാരമൊന്നും കഴിഞ്ഞിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ലായിരുന്നു കേട്ടോ. കിച്ചണിൽ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു, അതൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇത് മക്കളൊക്കെ സ്കൂൾക്ക് പോയിട്ടാണ് കേട്ടോ ഈ ചെയ്യുന്നത്. അകങ്ങളൊക്കെ അടിച്ചു വാരുന്നത്. അവരുണ്ടെങ്കിൽ രാവിലെ അവരുടെ കൂടെ അങ്ങനെ നിൽക്കണം. സ്കൂൾക്ക് പോകുവോളം ഓരോന്ന് എടുത്തു കൊടുത്തിട്ടും മുടി കെട്ടി കൊടുത്തിട്ടും അങ്ങനെ അവരൊക്കെ പറഞ്ഞയച്ചതിന് ശേഷം ഞാൻ പെട്ടെന്ന് തന്നെ അകങ്ങളൊക്കെ അടിച്ചു വാരുകയാണ്. ഇന്ന് കിച്ചണ് മാത്രമേ തുടക്കുന്നുള്ളൂ, ബാക്കിയുള്ള ഭാഗങ്ങളൊന്നും തുടക്കുന്നില്ല. അത്രയ്ക്ക് ചളിയൊന്നുമില്ല, അതുകൊണ്ട് തന്നെ തുടക്കുന്നില്ല. അകങ്ങളൊക്കെ അടിച്ചൊരിയതിന് ശേഷം പെട്ടെന്ന് തന്നെ ഞാൻ തിരുമ്പലും കുളിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് കുറച്ച് നേരം കിടന്നൊക്കെ ഉറങ്ങിയിട്ടോ, ളുഹ്റൊക്കെ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്നിട്ട് ഉച്ച കഴിഞ്ഞിട്ട് എണീറ്റിട്ടുള്ളതാണ്. എണീറ്റ് നോക്കുമ്പോൾ കറണ്ടില്ല, അതാണ് കേട്ടോ ഇരുട്ട്. ഇന്ന് എന്തുണ്ടാക്കുന്നു ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇമ്മ റേഷൻ കടയിൽ നിന്ന് കുറച്ച് പച്ചരി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് ആ പച്ചരി കൊണ്ട് ഒരു ബിരിയാണി അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. വിരുന്നുകാരൊന്നുമില്ലല്ലോ, നമ്മളൊറ്റക്കല്ലേ ഉള്ളൂ, പച്ചരി കൊണ്ട് ഉണ്ടാക്കിയാലും മതി എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതിനുള്ള പണികളാണ് കേട്ടോ എടുക്കുന്നത്. ആദ്യം തന്നെ കുടുക്കയിൽ ലേശം വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ പച്ചരി തിളപ്പിച്ചൂറ്റാൻ വേണ്ടിയിട്ടാണ് വെച്ചിട്ടുള്ളത്. പിന്നീട് അതിക്ക് വേണ്ടിയിട്ടുള്ള മല്ലിച്ചപ്പും പുതിനയും സവോളയും തക്കാളിയും എല്ലാം അരിഞ്ഞു വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പച്ചരി കൊണ്ട് ബിരിയാണി വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് കേട്ടോ. നല്ല രസമാണ്. നമ്മൾ ബിരിയാണി അരി ഇടുന്നതിന് പകരം അത് പച്ചരിയാണ് ഇടുന്നത് എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ കേട്ടോ അവിടെ. അങ്ങനെ വെള്ളമൊക്കെ ചൂടായപ്പോൾ അതിലേക്ക് ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്, പാകത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് തിളച്ചപ്പം അതിലേക്ക് അരിയും കൂടെ കഴുകിയിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. പച്ചരി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്തിട്ടും. ഈ നാരങ്ങ തൈരിന് പകരം അതിൻ്റെ നീരെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ എടുക്കുന്നത്. തൈരില്ല, ഇനി കടയിൽ പോയി കൊണ്ടുവന്നിട്ട് വേണം. ലിച്ചോസ് സ്കൂളിൽ വന്നിട്ടുമില്ല, അതുകൊണ്ട് തന്നെ ഞാനിന്ന് നാരങ്ങ വെച്ചിട്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതിലേക്കുള്ള നീരൊക്കെ ഊറ്റിയെടുക്കുകയാണ് കേട്ടോ. തൈരിന് പകരം നമ്മൾ നാരങ്ങയോ അല്ലെങ്കിൽ ലേശം വിനാഗിരിയൊക്കെ യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഞാനങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ബിരിയാണിയൊക്കെ വെക്കുമ്പം തൈരൊന്നുമില്ലെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്യാറുണ്ട്. തൈര് ഒഴിക്കുകയാണെങ്കിലും ഞാൻ ലേശം നാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുക്കലുണ്ട് കേട്ടോ. അങ്ങനെ നാരങ്ങയുടെ നീരൊക്കെ പിഴിഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ നമ്മുടെ പച്ചരിയും വെന്തിട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊരു തിളക്കുമ്പോൾ തന്നെ വെന്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് പെട്ടെന്ന് തന്നെ ഊറ്റിയെടുത്തിട്ടുണ്ട്. ആ അടുപ്പിൽ തന്നെ ഞാനൊരു ചെറിയ ചെമ്പട്ടിയൊക്കെ വെച്ചിട്ട് അതിൽ സവോളയും തക്കാളിയും ഒക്കെ വാട്ടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ഇതിൽ തന്നെ വാട്ടി ഇതിൽ തന്നെ ദമ്മിടാന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അങ്ങനെ അതിലേക്ക് കറിവേപ്പിലയും മല്ലിച്ചപ്പും പുതിനയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് മസാലകൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ബിരിയാണി മരുന്നും മഞ്ഞൾപ്പൊടിയും പിന്നെ കുരുമുളക് പൊടിയും ചിക്കൻ മസാലയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നാരങ്ങ നീരും കൂടെ ഒഴിച്ചെടുത്തിട്ട് അത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ചിക്കനും കൂടെ കഴുകി ക്ലീനാക്കി വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചിക്കൻ ഹാഫ് കുക്കായാൽ മതി. അതിനുശേഷം നമുക്ക് ദമ്മിടാം. ഇതുപോലെ 2-3 ലെയറായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ആദ്യം ചോറിട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കും. നെയ്യും ബിരിയാണി മസാലയും പിന്നെ മല്ലിച്ചപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് വീണ്ടും അതിൻ്റെ മുകളിൽ ചോറിട്ട് കൊടുക്കും. പിന്നെ ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ ചെയ്തിട്ട് ദമ്മൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിനിടയിൽ ഞാൻ തരിക്കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ തൂമിച്ച് റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട്. ഇന്ന് കൊക്കവടയാണ് കേട്ടോ പൊരിയായിട്ട് ഉണ്ടാക്കുന്നത്. അങ്ങനെ മറ്റേ അടുപ്പിൽ തീയൊക്കെ മൂട്ടിയിട്ട് അതിൽ ഞാൻ കൊക്കവട ചുട്ടുകൊണ്ടിരിക്കുകയാണ്. കുറച്ചും കൂടെ ചുട്ടെടുക്കാനുണ്ട്. ഇതിനിടയിൽ ഇമ്മ വത്തക്കെ മുറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ തണ്ണിമത്തൻ മുറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഇന്ന് നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാൻ തരിക്കഞ്ഞിയും നാരങ്ങ വെള്ളവും നമ്മുടെ കൊക്കവടയും പിന്നെ വത്തക്കയും. ഇത് പിന്നീട് മഗ്‌രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ കഴിക്കുന്നത്. ചോറ് പച്ചരി കൊണ്ട് ബിരിയാണി വെക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതിലേക്ക് ഇന്ന് സ്പെഷ്യലായിട്ട് എൻ്റെ ഫ്രണ്ട് ഉണ്ടാക്കിയിട്ടുള്ള അച്ചാറും കൂടെ ഉണ്ട് കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്കും കമൻറ്റൊക്കെ തന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.